മലമ്പുഴ സൈറ്റിലെ വീട് പണിയാണത്. മെയിൻ സ്ലാബിൽ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെയർ കേസ് ഒന്നായിട്ട് അടിക്കാൻ വേണ്ടത് ആ ചോട്ടിൽ നിന്ന് തന്നെ അടി തുടങ്ങി. ടിൻഡിലടിക്കുമ്പോൾ സ്റ്റെയർ കേസ് ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 19 സ്റ്റെപ്പ് ഒന്നായിട്ട് അടിക്കണം. മേലത്തെ തട്ടിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനമാണ് സ്റ്റെയർ കേസൊക്കെ അടിച്ചത്. സ്റ്റെയർ കേസൊക്കെ അടി കഴിഞ്ഞത് ആ മേലത്തെ കമ്പിപ്പണിയൊക്കെ തുടങ്ങി. ഒരു ഭാഗത്ത് കമ്പിപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെയർ കേസിൻ്റെ കമ്പിപ്പണി അവസാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് നമ്മൾ കമ്പിപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈനെല്ലാം നല്ല കറക്റ്റായിട്ടാണ് നമ്മൾ പണി ചെയ്യുക. 2 പോർഷനായിട്ടാണ് കമ്പി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഭാഗം കഴിഞ്ഞ് അപ്പുറത്തൊക്കെ എടുത്തു. ഇത് കെട്ട് ഓപ്പണായി വരുന്നതിന് അവിടെ ഒരു കൺസീൽഡ് ഇട്ടാണ്. വേനൽ മഴ ചെറുതായി ചടി, അതിൻ്റെയാണ് കുത്ത് കാണുന്നത്. മഴ പെയ്യുന്നതിനും ഷീറ്റിൽ ഓയിലൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഈ ഒരു തുരുമ്പിൻ്റെ കറയൊക്കെ കാണുന്നത്. മേലത്തെ കമ്പിപ്പണി കഴിഞ്ഞതും ചുവട്ടിൽ സ്റ്റെയർ കേസിൻ്റെ പണി വീണ്ടും തുടങ്ങി. സൈഡൊക്കെ അടിക്കണമായിരുന്നു. ലൈനൊക്കെ കെട്ടി സൈഡൊക്കെ ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ട് മെല്ലെ ഇറങ്ങി. 80 സെൻറ്റിമീറ്ററാണ് വീതി വെച്ചിട്ടുണ്ടായിരുന്നത്. സ്ഥലം ഇത്തിരി പരിമിതമായിരുന്നേ. ഉള്ള സ്ഥലത്ത് സ്റ്റെയർ കേസ് അടിക്കാൻ പറഞ്ഞിട്ടാണ് 80 സെൻറ്റിമീറ്ററാണ് വീതി വെച്ചത്. കുത്തും ചാക്കിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കണ്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ കമ്പിപ്പണി, സ്റ്റെയർ കേസിൻ്റെ കമ്പിപ്പണിയാണത്. നല്ലവണ്ണം കമ്മിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കോർണർ വരുന്നവിടെയാണ് ഇത്തിരി പണി വന്നിട്ടുണ്ടായിരുന്നത്. 2 കോർണർ സ്റ്റെപ്പ് അടിക്കുന്നുണ്ട്. കമ്പിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ്, ഒന്നായിട്ടുള്ള സ്റ്റെപ്പായ കാരണം. ഇടയിൽ 10-ൻ്റെ കമ്പിയെല്ലാം ചുമരിക്ക് കയറ്റിയിട്ടുള്ള പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രില്ലർ കൊണ്ടൊന്ന് ഹോളാക്കിയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. വാർപ്പ് ദിവസമാണ്. അതിനകത്ത് വന്നത് ആ വയറിങ്ങൊക്കെ ചെയ്തിട്ട് പോയി. മൂക്കൊക്കെ ഇട്ടുണ്ടാക്കുന്ന ടെസ്റ്റ് ചെയ്തു. മേലത്തെ പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വീട്ടുകാരാണ് ആദ്യ ചട്ടി ഞങ്ങൾ കോൺക്രീറ്റ് തുടങ്ങി. പരമാവധി നേരത്തെ തുടങ്ങി വാർപ്പ്, മഴ വരുന്നല്ലേ വന്നിട്ട്. പിന്നെ മെല്ലെ ചോട്ടിലൊക്കെ ഇറങ്ങി സ്റ്റെപ്പിൻ്റെ സൈഡൊക്കെ അടിക്കാൻ തുടങ്ങി. മേലെ ആളുള്ള കാരണം, നിരത്താനൊക്കെ ആളുള്ള കാരണം ഞാൻ സ്റ്റെയർ കേസിൻ്റെ പണി നോക്കി. ഇത് വാർപ്പ് ദിവസമാണ് ഞങ്ങൾ സ്റ്റെയർ കേസിൻ്റെ പണിയൊക്കെ ചെയ്യണത്. കണ്ടില്ലേ, സൈഡൊക്കെ അടിക്കുന്ന വാർപ്പ് ദിവസമാണ്. മേലത്തെ പണി കഴിയുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ പണി കഴിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. മേലത്തെ തട്ടിൻ്റെ പണി, സ്ലാബിൻ്റെയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞപ്പോൾ ചോട്ടിൽ സ്റ്റെയർ കേസ് ഇടാൻ തുടങ്ങി. താഴെ 3 സ്റ്റെപ്പ് സാധാ സ്റ്റെപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കോൺക്രീറ്റ്. അത് കഴിഞ്ഞിട്ടാണ് മടക്ക സ്റ്റെപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത്. 2 കോർണർ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല 19 സ്റ്റെപ്പ് കിട്ടുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. സ്ഥലമില്ലാത്ത കാരണമാണ് 19 സ്റ്റെപ്പ് കൊടുത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ 21 സ്റ്റെപ്പ് വരെ കൊടുക്കും. മേലെ ചുമര് വരുന്നവിടെ ബീഡിങ് കിട്ടും. യു ടൈപ്പാണ് ഞങ്ങൾ ബീഡിങ് ഇട്ടുന്നത്. കണ്ടില്ലേ, അവസാന ഭാഗത്തിൽ മിനുക്ക് പണിയൊക്കെ ഉണ്ടാകും. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയൊന്നും വന്നില്ല, അതൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ചുകൊണ്ട് ഞങ്ങൾ മെല്ലെ പിരിഞ്ഞു.